മോഡൽ ഓക്സിലറിയായ വില്ലിൻ്റെ ഉപയോഗം നമുക്ക് മിക്കവർക്കും അറിയാവുന്നതാണല്ലേ. എന്നാൽ ഈ വുഡ് ആൻഡ് വുഡ് ഹാവ് അതിൻ്റെ ഉപയോഗം നമ്മളിൽ ചിലർക്കെങ്കിലും അറിയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വുഡ് ആൻഡ് വുഡ് ഹാവ് ആവട്ടെ. വുഡ് ഉപയോഗിക്കാൻ പറ്റുന്ന 4 പ്രധാന സാഹചര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഒന്നാമത് പറയുന്നു വുഡ് ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് വിൽ. വിൽ എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസായി നമുക്ക് വുഡ് ഉപയോഗിക്കാം. രണ്ടാമത് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഷോ ഹാബിച്വൽ ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. മുൻപ് പതിവായി നടന്നിരുന്ന കാര്യങ്ങൾ പറയാനായിട്ട് വുഡ് ഉപയോഗിക്കാം. മൂന്നാമത് പറയുന്നു ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ പൊളൈറ്റ് റിക്വസ്റ്റ്. വളരെ മര്യാദയുള്ള വിനയത്തോടു കൂടിയുള്ള റിക്വസ്റ്റുകൾ നടത്താനായിട്ട് വുഡ് ഉപയോഗിക്കാം. നാലാമത് പറയുന്നു ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് കണ്ടീഷണൽ സെൻറ്റൻസസ്. കണ്ടീഷണൽ സെൻറ്റൻസസ് എന്താണെന്ന് നമുക്കറിയായിരിക്കും അല്ലേ. അതായത് ഇഫ് ചേർത്ത് വരുന്ന സെൻറ്റൻസുകൾ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നു എന്ന് പറയാറില്ലേ, അത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. എനിക്കറിയാം ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും ഓരോ എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, വുഡ് ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് വില്ലാണ്. എക്സാമ്പിൾ, ഐ വിൽ ഗോ, ഞാൻ പോകും. അപ്പോൾ ഐ വുഡ് ഗോയോ, ഞാൻ പോകുമായിരുന്നു. ഷി വിൽ കം, അവൾ വരും. അപ്പോൾ ഷി വുഡ് കമോ, അവൾ വരുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വില്ലും വുഡും തമ്മിലുള്ള വ്യത്യാസം റിയൽ വേഴ്സസ് അൺറിയൽ എന്നുള്ളതാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, ഇത് തന്നെയല്ലേ റിപ്പോർട്ടഡ് സ്പീച്ച്. അതായത് ഞാൻ പറയുകയാണ് ഐ വിൽ കം എന്ന്, അപ്പോൾ അത് വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഷീ സെഡ് ഷീ വുഡ് കം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട്, കൂട്ടുകാരിയോട് പറയണം ഐ വിൽ ഹെൽപ്പ് യു. കൂട്ടുകാരി അത് മറ്റൊരാളോട് പറയുമ്പോഴോ ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ. അപ്പോൾ ഈ പാസ്റ്റ് ടെൻസ് തന്നെയാണ് എന്തിലും വരുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ചിലും. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ഹാബിച്വൽ ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ് ആണ്. അതായത് മുൻപ് പതിവായിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തികൾ പറയാനായിട്ട് വുഡ് ഉപയോഗിക്കാം. അതിനൊരു എക്സാമ്പിളാണ് വെൻ ഐ വാസ് എ കിഡ് ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് എവറി വീക്കെൻഡ്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോഴേ എല്ലാ വീക്കെൻഡ്സിലും ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. വെൻ ഐ ലീവ്ഡ് ഇൻ ഡൽഹി ഐ വുഡ് വിസിറ്റ് ഇന്ത്യ ഗേറ്റ് എവറി മന്ത്. ഞാൻ ഡൽഹിയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴോ എല്ലാ മാസവും ഇന്ത്യ ഗേറ്റ് കാണുമായിരുന്നു. ഇത് രണ്ടും എന്താണ്? മുൻപ് നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തികൾ പറയാനായിട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 2 പോയിൻറ്റ്സ് മനസ്സിലായല്ലോ. മനസ്സിൽ വെച്ചേക്കണം. ഒന്ന്, വുഡ് വില്ലിൻ്റെ പാസ്റ്റായിട്ട് ഉപയോഗിക്കും, അത് തന്നെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലും വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ഹാബിച്വൽ ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്, മുൻപ് പതിവായി നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തികൾ പറയാനായിട്ട്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് വുഡ് ഇസ് യൂസ് ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ് എന്നുള്ളതായിരുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുക്കുന്നത്. വുഡ് യു ലൈക്ക് സം കോഫി? കോഫി തരട്ടെ, കോഫി ഇഷ്ടമാണെന്നുള്ള രീതിയിലല്ലേ. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? എന്നെ സഹായിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. എന്നെ സഹായിക്കുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു പ്ലീസ് പാസ് മീ ദ സാൾട്ട്? സാൾട്ട് ഒന്ന് പാസ് ചെയ്ത് തരാമോ? ഏറ്റവും ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല അല്ലേ, ഐ വുഡ് ലൈക്ക് ടീ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വുഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മുടെ പ്രിഫറൻസസ്, നമ്മുടെ ഇഷ്ടങ്ങൾ പറയാനായിട്ടും എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞതിൽ ലാസ്റ്റ് പോയിൻ്റാണ് ടു മേക്ക് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നത്. കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നതിനെ നമുക്ക് ഹൈപ്പോതെറ്റിക്കൽ എന്നോ ഇമാജിനറി സെൻറ്റൻസസ് എന്നൊക്കെ പറയാം. അതായത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട്. അങ്ങനെയെങ്കിൽ ഇഫ് ചേർത്ത് വരില്ലേ, അത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ വുഡ് ട്രാവൽ ദ വേൾഡ് ഇഫ് ഐ ഹാഡ് ദ മണി. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകം ചുറ്റിക്കാണുമായിരുന്നു. ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ലേൺ ടു പ്ലേ ഗിത്താർ. എൻ്റെ കയ്യിൽ സമയം കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗിത്താർ വായിക്കാൻ പഠിക്കുമായിരുന്നു. ഇഫ് ഇറ്റ് റെയിൻഡ്, മഴ പെയ്തിരുന്നെങ്കിൽ, മഴ ഉണ്ടായിരുന്നെങ്കിൽ വി വുഡ് ക്യാൻസൽ ദ പിക്നിക് ക്യാൻസൽ ചെയ്തേനെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വന്നപ്പോൾ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ് വന്നിരിക്കുന്നത്. അതായത് ഇൻഫ്ലക്ഷൻസ് ED, S, ES, ING ഒന്നുമില്ലാത്ത ബേസ് ഫോം ഓഫ് ദ വെർബാണ് വന്നത്. അടുത്തത് വുഡ് ഹാവ് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. വുഡ് ഹാവ് ഇസ് യൂസ് ടു എക്സ്പ്രസ് ഹൈപ്പോത്തറ്റിക്കൽ പാസ്റ്റ് സിറ്റുവേഷൻസ്, റിഗ്രറ്റ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. സാങ്കല്പികമായ കാര്യങ്ങൾ, ഖേദം, റിഗ്രറ്റ്, മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, നഷ്ടമായ അവസരങ്ങൾ, ഇതൊക്കെ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? വുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അല്ലേ. ഫസ്റ്റ് എക്സാമ്പിൾ, ഷീ വുഡ് ഹാവ് കോൾഡ് മീ ഇഫ് ഷീ ഹാഡ് നോൺ മൈ നമ്പർ. എൻ്റെ നമ്പർ അറിയാമായിരുന്നെങ്കിൽ അവൾ വിളിക്കുമായിരുന്നു. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് മോർ ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. അവൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ പാസ്സാകുമായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചോ, വുഡ് ഹാവിൻ്റെ കൂടെ എപ്പോഴും എന്താ വന്നത്? വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. അത് മനസ്സിലാവും ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ. ഐ വുഡ് ഹാവ് ഗോയുടെ മൂന്നാമത്തെ ഫോമാണ് ഗോൺ, ബട്ട് ഐ വാസ് ബിസി. ഞാൻ പോകുമായിരുന്നു, പക്ഷേ ഞാൻ ബിസി ആയിപ്പോയല്ലേ.
ആദ്യം കണ്ടത് വെറും വുഡിൻ്റെ കൂടെ ബേസ് ഫോം ഓഫ് ദ വെർബാ വന്നെങ്കിൽ ഇവിടെ നോക്കൂ വുഡ് ഹാവിൻ്റെ കൂടെ V3 വെർബ് 3 ആണ് വന്നത്.